മതിലുകളൊക്കെയാണ് നമ്മളെ എന്താ പറയാ മുള കൊണ്ടുള്ള പഴയ കാലത്തെ കേരളത്തിലുള്ള മതിലും കാര്യങ്ങളൊക്കെ കേട്ടോ. മുള ചെടിയൊക്കെ ഇവിടുത്തെ പറമ്പിന്റെ വീടിന്റെ ഒക്കെ അതിര് തിരിക്കണ കേട്ടോ. വില്ലേജ് വൈബ്സിന്റെ മറ്റൊരു വ്ളോഗിലേക്ക് എല്ലാ സുഹൃത്തുക്കളും സ്വാഗതം. ഞാനിപ്പോൾ ഉള്ളത് ആസാമിലെ ലങ്ക എന്ന് പറഞ്ഞ സ്ഥലത്താണ്. നമ്മൾ കാശിരംഗ നാഷണൽ പാർക്കിലേക്കാണ് പോകുന്നത്. കാശിരംഗ കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പോകുന്നത് അരുണാചലാട്ടാണ്. ഏതായാലും ഇപ്പോൾ സമയം രാവിലെ 10 ആയിട്ടുണ്ട്. നമ്മൾ റൂമിൽ നിന്ന് ഇറങ്ങിയിട്ട് റോട്ടിൽ ഇറങ്ങിയിട്ടാണ് ഇപ്പോൾ എൻട്രോ എടുക്കുന്നത്. അപ്പോൾ പോകുന്ന വഴിക്ക് കൊടുത്ത കാഴ്ചകൾ കണ്ട് നമുക്ക് അങ്ങനെ പോകാം. അറിയില്ല, ആ സൈഡ് നോക്കിട്ടാ പറ്റൂലെന്ന് വിചാരിക്കുന്നു ഞാൻ. പറ്റൂല. ഇതെന്ത് വഴിയാ? ഗൂഗിൾ മാപ്പ് കൊടുക്കുന്നതാ. അവിടെ 2 സ്ലാബ് ഇട്ടച്ചിന്. സ്ലാബ് ഇല്ലെങ്കിൽ നല്ലപോലെ പോയി. നമ്മൾ റൂമിൽ നിന്ന് ഇറങ്ങിയിട്ട് ഇങ്ങോട്ട് പോന്നിട്ടുള്ളൂ. അപ്പോൾ ഗൂഗിൾ മാപ്പ് നോക്കിയപ്പോൾ 2 റൂട്ട് കാണിച്ച് ഹൈവമ്മക്ക് ചെന്ന് കയറാൻ ഇങ്ങനെ റോഡ് കാണിച്ചപ്പോൾ പോകുന്നതാ. ഇതാണ് അവസ്ഥ. ഇതാണ് നമ്മൾ ആരെ നമ്പിയാലും എപ്പോഴും മാപ്പിന് നമ്പാൻ പാടില്ല. ആ മോശം റോഡ് കഴിഞ്ഞ് നമുക്കിത് ഹൈവേ കിട്ടിക്കിട്ടാ. ഇനി ഞാനിങ്ങനെ 55 കിലോമീറ്റർ നമുക്ക് സ്ട്രെയിറ്റ് പോകാനാണ്. വ്യത്യസ്തമായ കാഴ്ച ഉണ്ടെങ്കിൽ മാത്രമേ യാത്ര ഷൂട്ട് ചെയ്യുള്ളൂ. മറ്റേത് കാണുന്നവർക്ക് പോരടിക്കും റോഡ് ഇങ്ങനെ കാണിച്ചിട്ട്. നമ്മൾ ഏകദേശം 50 കിലോമീറ്ററോളം യാത്ര ചെയ്തിട്ടാണ് ആസാമിലെ തേയിലത്തോട്ടാണ് ഈ കാണുന്നത്. നമ്മുടെ നാട്ടിൽ മൂന്നാറിൽ മലഞ്ചേരിയിലുള്ളത് ഉണ്ടാവില്ല. ഇവിടെ നോക്കാണെങ്കിൽ നിരപ്പായ സ്ഥലത്തായിട്ട് തേയിലുള്ളത്. ഇതൊക്കെ തേയിലാണ്. ഞാൻ നല്ല ഇറങ്ങി വീഡിയോ എടുക്കാൻ പറ്റിയൊരു സ്ഥലം കിട്ടുകയാണെങ്കിൽ വീട് കാണിച്ചു തരാം. ആ തേയില നമ്മളിങ്ങനെ പോകുന്ന വയ്ക്കുന്നത് ഒരുപാട് ഐറ്റം പഴങ്ങളിട്ടാ. ഇത് നമ്മൾ കാണാത്തൊരു വെറൈറ്റി പഴമാണ്. അപ്പോൾ ടേസ്റ്റൊക്കെ വേണ്ടി വെക്കും. വലിയൊരു പടലൊക്കെ 40 ഉറുപ്പ്യുള്ളൂ. പിന്നെ അതേപോലെ ഇവിടെ കോഴി താറാവൊക്കെ വിൽക്കുന്ന കടകളാണ്. എവിടെ പോകുന്നേ? അരുണാചൽ. ഓ കാശിരംഗ സീതാ है കേരള മലപ്പുറം. ഇതൊക്കെ ഗൂഡ് ശർക്കര ഇട്ടത് നമ്മളെ നാട്ടിലത്തെ പഞ്ചസാരന്റെ പകരം ബന്ധിനായി പനി. പഴം വാങ്ങാൻ വന്നിടത്ത് നമ്മളൊരു ആള് കൂടിയിട്ടാ. ഒരു മലയാളം അറിയില്ല. പേരെന്തായിരുന്നു? സഫീഖ്. നമ്മളെ നാട്ടിലൊക്കെ ജോലിക്ക് നിൽക്കണ എറണാകുളം പിന്നെ അതുപോലെ കോയമ്പത്തൂരൊക്കെ ജോലി ചെയ്തിരിക്കണ. കോയമ്പത്തൂര് എത്ര വർഷം? 8 വർഷം ജോലി ചെയ്തു. ഈ ആസാമിലൊന്നും അങ്ങനെ പറ്റുന്നിട്ടാ. ഇവിടെ കുറെ ആൾക്കാർക്ക് മലയാളം അറിയുന്നുണ്ട്. നേരത്തെ ഞാൻ വീഡിയോ എടുക്കുന്ന ക്യാമറ ഓഫായി. എന്താ സംഭവിച്ചതെന്നാവും. ഗോപുറമ റെക്കോർഡ് ചെയ്ത് ഓണാക്കിയായിരുന്നു. ഓക്കെ. നമ്മൾ മെയിൻ ഹൈവേന്ന് മാറിയിട്ട് വേറൊരു സർവീസ് റോഡിൽ കയറിയിട്ടുണ്ട്. സർവീസ് റോഡിൽ ഹൈവേ തന്നെയാണ് ഇത്. പിന്നെ ഇവിടുന്ന് 7 കിലോമീറ്ററാണ് കാശിരംഗ നാഷണൽ പാർക്ക്. ഗൂഗിൾ മാപ്പ് അടിക്കുമ്പോൾ കാണിക്കുന്നത്. പക്ഷെ ബോർഡൊക്കെ വെച്ചിരിക്കുന്നത് വീണ്ടും ലോങ്ങൊക്കെയുള്ള ബോർഡുകളൊക്കെ ആണ്. എന്താ സംഭവം എന്നറിയാം. നമ്മൾ പോയൊക്കെ എന്തായാലും. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതാ ലൊക്കേഷൻ നമ്മൾ എങ്ങോട്ടാണ് കൊടുക്കുന്നത്. ഇവിടെ നിന്ന് 5 കിലോമീറ്റർ ഉണ്ട്. അപ്പോൾ ഇവർ പറഞ്ഞ എന്താണ് ഉജ്ജൽ ഇവർ പറഞ്ഞ എന്താണ് ഇങ്ങോട്ടല്ല അങ്ങനെ തന്നെ പോകണം. ഹൈവേ കൂടി തന്നെ പോകണം. കുറച്ച് പോകണം. ഇൻസ്റ്റാഗ്രാം വില്ലേജ് വൈബ്സ് ഇർഷാദ്. आपका नाम? आप ब्लॉगर हो ना? हाँ. नाम हिमांशुति बोरा. हिमांशुति. इसका नाम? इसका काइबम बोरा. काइबम बोरा. ओके. बाय. थैंक यू.
നേരത്തെ കാണിച്ച നമ്മളെ ഉജ്ജൽ എന്ന് പറഞ്ഞ ബായി നമ്മളതാ ഇവിടെ കൊടുന്നൊരു സ്റ്റാൻഡ് മുന്നിൽ കൊടുന്ന് തീനിട്ടാ. ഈ കാണുന്നതാണ് കാശിരംഗൻ്റെ കവാടാണ് കാണുന്നത്. ഇതാണ് കിടന്നാൽ പിന്നെ ഫുള്ള് കാശിരംഗൻ്റെ ഭാഗമാണ്. അപ്പോൾ പറഞ്ഞ ഉള്ളിലേക്ക് പോയി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് സ്റ്റേക്ക് നല്ല പൈസ കൊടുക്കും. റിസോർട്ടുകളാണ് അവിടെ ഉള്ളത്. ഇവിടെ ഒരു സ്റ്റേ എടുക്കുക നല്ലത്. എന്നിട്ട് നാളെ സഫാരി പോയിക്കൊള്ളി എന്നാണ് പറഞ്ഞു കേട്ടോ. നമ്മൾ ജസ്റ്റ് ഒന്ന് കറങ്ങിയാണ്ട് നോക്കട്ടെ എന്തൊക്കെ ചെയ്യേണ്ടതെന്നുള്ള പ്ലാൻ ആക്കിയിട്ടില്ല. ഇപ്പോൾ എന്തായാലും ഇപ്പോൾ ഈ സമയത്ത് സഫാരി കിട്ടും തോന്നുന്നില്ല. ऐसा टाइम सफारी है ये ऐसा टाइम सफारी है जीप सफारी इस टाइम पे नहीं नहीं है. वो सुबह लगभग 5 बजे से शुरू होता है, 5, 5:30 या फिर 6. आजकल तो ज़्यादा मतलब फॉग ज़्यादा होते हैं ना, तो 6:30 से शुरू हो जाते हैं आजकल. तो उस टाइम पे जाना होता है एक्चुअली. ഉജ്ജലിനോട് യാത്ര പറഞ്ഞ് നമ്മൾ പോകുന്നത്. ഉജ്ജൽ നല്ല അടിപൊളി മനുഷ്യനാണ്. ഉജ്ജൽ പറഞ്ഞാൽ ഇവിടെ സ്റ്റേ എടുത്താൽ നിങ്ങൾക്ക് 800 കിട്ടും. അതിൻ്റെ ഉള്ളിൽ പോയ റിസോർട്ടുകളാണ്. പക്ഷേ റേറ്റ് കൂടും. ഹോം സ്റ്റേ ഉണ്ട്. അവിടെ നിങ്ങൾക്ക് ഈ റേറ്റിൽ കിട്ടാൻ സാധ്യതയുണ്ട്. നിങ്ങളവിടെ പോയിട്ട് റേറ്റ് കുറവില്ലെങ്കിൽ ഇവിടെ നിന്നിട്ട് ഇവിടെ സ്റ്റേ നോക്കിക്കോളി എന്നാണ് പറഞ്ഞിട്ടാണ്. അപ്പോൾ നമ്മൾ വെൽക്കം ടു കാശിരംഗ നാഷണൽ പാർക്ക് ബോർഡും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ട്. 2 പിക്കൊക്കെ അടിക്കണം അവിടുന്ന് ജിനോ. അങ്ങനെതാ നമ്മൾ തേടി പിടിച്ച ആ സ്ഥലം കാശിരംഗ നാഷണൽ പാർക്കിൻ്റെ കവാടത്തിൽ നമ്മൾ എത്തിയിട്ടുണ്ട്. ഇവിടുത്തെ പ്രത്യേകത എന്താ പറഞ്ഞാൽ വംശനാശ ഭീഷണി നേരിടുന്ന ഒറ്റക്കൊമ്പൻ കാണ്ടാമൃഗത്തിൻ്റെ വാസസ്ഥലമായിട്ടിത്. ലോകത്താകമാനം കണ്ടുവരുന്ന കാണ്ടാമൃഗങ്ങളിൽ 2 ഭാഗവും ഈ ഇതിലാണ് കാശിരംഗ നാഷണൽ പാർക്കിലുള്ളത്. അതുപോലെ തന്നെ ഇതൊരു ടൈഗർ റിസർവ് കൂടിയാണ്. യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഇടം പിടിച്ച ഒരു സ്ഥലമാണിത്. ബ്രഹ്മപുത്ര നദിയുടെ കൈവരിയായ മാനസ് നദിയുടെ തീരത്താണ് ഈ കാശിരംഗ നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ കൂടുതൽ കാഴ്ചകൾ ഇനിയിപ്പോൾ സമയം 4:15 ഈ സമയത്ത് സഫാരി എടുക്കാൻ പറ്റില്ല. നാളെ നമ്മളെന്തായാലും സഫാരി എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ സഫാരി എടുത്തിട്ട് ഇവിടുത്തെ കൂടുതൽ കാഴ്ചകൾ ഞാൻ നിങ്ങളെ കാണിക്കുന്നുണ്ട്. ജസ്റ്റ് ഇതിൻ്റെ അകത്തൊക്കെ ഒന്ന് എൻ്റർ ചെയ്തേക്കണേ. നമുക്ക് ഇതിൻ്റെ ഇടയിൽ ഹോം സ്റ്റേകൾ ഉണ്ടെന്നാണ് ഇപ്പോൾ നമ്മുടെ നേരത്തെ പറഞ്ഞ ഉജ്ജൽ പറഞ്ഞു കേട്ടോ. ഹോം സ്റ്റേ കിട്ടിയിട്ട് നമ്മൾ തിരിച്ചിറങ്ങേണ്ടി വരും. റിസോർട്ടിലൊക്കെ ഭയങ്കര ചിലവായിരിക്കും. നമ്മൾ ടെൻ്റ് അടിക്കാനാണ് ആഗ്രഹം. പക്ഷേ ഈ വന്യവർക്ക് ഇറങ്ങുന്ന സ്ഥലത്ത് ടെൻ്റ് അടിക്കാൻ പറ്റൂല്ലോ ഇപ്പോൾ ഒന്നും. ഇപ്പോൾ ഇതിൻ്റെ അകത്ത് കയറിയിട്ട് ഒരു സ്റ്റേ നോക്കി അവർ 1300 പറഞ്ഞു. നമ്മളൊരു 800-ൻ്റെ റൂം നമുക്ക് ആവശ്യമില്ല. ലാസ്റ്റ് ഒരു 1000-ന് തരാറുണ്ട്. ഇപ്പോൾ എന്തോ ഒരു സാധനം പാറി വന്ന് കയറി ഹെൽമെറ്റിൻ്റെ അകത്തേക്ക്. പക്ഷെ നമുക്ക് എന്താ പറയുക 1000-നൊക്കെ എടുത്തു കഴിഞ്ഞാൽ ബഡ്ജറ്റ് കൺട്രോൾ നിൽക്കില്ല. ഉറക്കണം. നമ്മൾ ഇന്നലെ രാത്രി ഞാൻ പറഞ്ഞില്ല സ്റ്റേ പറഞ്ഞിട്ട് നമുക്ക് റേറ്റ് കൂടുതലായിരുന്നു. പക്ഷേ നമ്മൾ അവിടെ തന്നെ പോയിട്ട് കാരണം പിന്നെ പോണോടത്തൊക്കെ അതിലേറെ റേറ്റാണ്. ഇപ്പം ഇതിൻ്റെ മുഖം നോക്കുകയാണെങ്കിൽ കുറേ കാലത്തിരിച്ച് നന്നായിട്ടൊന്നും ഇറങ്ങി. ഇന്ന് യാത്ര ചെയ്തിട്ടില്ല. ഇന്ന് ഇവിടെ റെസ്റ്റ് എടുത്ത്. ഇന്ന് രാവിലെ എണീറ്റ് 6:30 ഞങ്ങൾ ജീപ്പ് സഫാരിക്ക് പോകണം പ്ലാൻ ചെയ്തിരുന്നു. പക്ഷേ ഉറക്ക് പെട്ടിട്ട് ഉണർന്നില്ല. പിന്നെ ഏതായാലും നേരെ വൈകുന്നോടെ സ്റ്റേ ആയിട്ട് നന്നാക്കി ഇറങ്ങി. അതിൻ്റെ തെളിച്ചങ്ങൾക്ക് മുഖത്ത് കാണാൻ പറ്റുന്നുണ്ടാവും. അപ്പോൾ ഇനി നമ്മൾ കുറച്ച് വീഡിയോസൊക്കെ എഡിറ്റ് ചെയ്തിട്ട് പറ്റുകയാണെങ്കിൽ ഇന്ന് വൈകുന്നേരത്തെ സഫാരിക്ക് പോകും. അല്ലെങ്കിൽ നമ്മൾ നാളെ രാവിലെ സഫാരിക്ക് പോവുള്ളൂ. ഞങ്ങളിവിടെ ഹോട്ടലിലേക്ക് ചായ എടുക്കാൻ വന്നതാണ്. ചായ കുടിക്കാൻ നമ്മൾ ഇങ്ങോട്ട് വരാനുള്ള കാരണം എന്താ, ഞങ്ങൾ ഇന്നലെ താമസിച്ച ഹോട്ടലിൽ നിന്ന് ഞങ്ങൾ ഇന്നലെ ഇവിടെ വൈകുന്നേരം വന്നിട്ട് ഇവിടുത്തെ ഞങ്ങൾ ചായ കുടിച്ച് പോയതാണ്. ഈ ഹോട്ടലിൽ കേട്ടോ ഞാൻ കാണിച്ച ഹോട്ടൽ ഏതാണ്. എന്നിട്ട് അതിന് ശേഷം നമ്മൾ സ്റ്റേ എടുത്ത് അവിടെ പോയിട്ട് ഞങ്ങൾ രാത്രി ഫുഡ് കഴിച്ചപ്പോൾ ചായ പറഞ്ഞു. ഇവിടെ നിന്ന് 10 റുപ്യേൻ്റെ കട്ടൻ ചായക്ക് അവിടെ 30 റുപ്യ ഞങ്ങൾ എടുത്തെടുത്തു. അപ്പോൾ അതുകൊണ്ട് ഞാൻ അവിടുന്ന് ഫുഡ് കഴിക്കേണ്ട തീരുമാനിച്ചിട്ട് ഞങ്ങളിത് വേറെ ഹോട്ടലിലേക്ക് വന്നാണ് ഇപ്പോൾ. അപ്പോൾ ഇവിടേക്കായിട്ട് ഞങ്ങൾ ചായ അടിക്കാൻ വന്നിട്ട് ഞങ്ങൾ ഏകദേശം 1 കിലോമീറ്ററോളം ഉണ്ട് കണ്ട്. ഞങ്ങൾ ഇന്നലെ വൈകുന്നേരം ഇവിടെ വന്ന് റൂമിൻ്റെ അന്വേഷിച്ച പോയിട്ട് ചായ അടിച്ചായിരുന്നു. അപ്പോൾ 10 റുപ്യ ചായക്കായത്. എന്നിട്ട് ഞങ്ങൾ സ്റ്റേ അവിടെ പോയിട്ട് എടുത്തിട്ട് അങ്ങനെ തന്നെ തിരിച്ചു പോയപ്പോൾ അവിടെ ചായക്ക് 30 റുപ്യ ആക്കി. അപ്പോൾ കുട്ടികളുടെ ക്യാരം ബോർഡൊക്കെ കളിക്കണേ. ജുന ഒരു ബോർഡ് കളിച്ചാലോ? ക്യാരം ബോർഡ് കളിക്കണ്ട പാടോ? അവർ കളിക്കണില്ല. ഇത് കാശിരംഗൻ്റെ അകത്താണ്. പക്ഷേ ഈ കാശിരംഗ നാഷണൽ പാർക്കിൻ്റെ അകത്ത് ഇതുപോലെ വീടും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിൽ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കിട്ടിയിട്ടില്ല. ഇവിടുന്ന് ചോറ കിട്ടിയത് തിന്നാ. ഒരു കട്ടൻ ചായയും പറഞ്ഞിട്ടുണ്ട്. ഞാൻ ആദ്യം കാണിച്ചപ്പോൾ അവസാനിച്ചെന്ന് വിചാരിച്ചാണ്. പക്ഷേ ഒരു പരിപ്പ് കറി ഉണ്ട്, പിന്നെ കോളിഫ്ലവറിൻ്റെ കറി ഉണ്ട്, മീൻ പൊരിച്ച കൂട്ടോ. അവിടുന്ന് ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ട് ഇവിടുത്തെ ഒരു ഉൾപ്രദേശത്തുള്ള റോഡ് കണ്ടപ്പോൾ കയറിയിട്ട് ഒരു ഗ്രാമമാണ്. അപ്പോൾ ഇവിടുത്തെ വീടുകളും ഈ ഗ്രാമമൊക്കെ ഒന്ന് കാണിച്ചു തരാം ഞാൻ. ഇവിടെ എന്താ പറഞ്ഞാൽ കൂടുതൽ നെൽകൃഷി ഇട്ടാ. അതിൻ്റെ ഇടയിൽ ഇവർ തേയിലൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. ആ കാണുന്ന സ്ഥലത്തൊക്കെ തേയിലുണ്ട് ചില സ്ഥലങ്ങളിലൊക്കെ. പിന്നെ ഇവിടുത്തെ ഏറ്റവും ഒരു എന്താ ഇഷ്ടപ്പെട്ട സംഭവം തന്നെ ഇവിടുത്തെ മതിലുകളൊക്കെയാണ്. നമ്മളെ എന്താ പറയുക മുള കൊണ്ടുള്ള പഴയ കാലത്തെ കേരളത്തിലുള്ള മതിലും കാര്യങ്ങളൊക്കെ കേട്ടോ. മുള ചെടിയൊക്കെ ഇവിടുത്തെ പറമ്പിൻ്റെ വീടിൻ്റെ ഒക്കെ അതിര് തിരിക്കണ കേട്ടോ. ഇത് കുട്ടികൾ സ്കൂളിട്ട് പോകാൻ തോന്നുന്നുണ്ട്. കുറേ കുട്ടികളുടെ കയ്യിലൊക്കെ വടിയുണ്ട്. ഇവിടെയൊക്കെ നമ്മൾ കാണ്ടാമൃഗം സ്പോട്ട് ചെയ്യാൻ സാധ്യത കൂടുതലുള്ള സ്ഥലങ്ങളാണ് കേട്ടോ. ഒരുപാട് യൂട്യൂബിൽ ഒരുപാട് വീഡിയോസ് ഉണ്ട് ഇതുപോലുള്ള സ്ഥലങ്ങളിലൊക്കെ ഇങ്ങനെ കാണ്ടാമൃഗങ്ങൾ നടക്കണൊക്കെ. കവുങ്ങ് കൃഷി നമ്മളെ പഴയ സിസ്റ്റമാണ്. ചെമ്പരത്തി പൂ കൊണ്ടുള്ള മതില് കാര്യങ്ങൾ. നമ്മുടെ ഇടതുഭാഗത്ത് വനമേഖല ഇട്ടാ. ഇടതും വലതും വനമേഖല തന്നെയാണ്. അതിൻ്റെ ഇടയിൽ കൂടി ചെറിയ ചെറിയ ഗ്രാമങ്ങളാണിത്. ഇവിടെ നെല്ല് എന്താ പറയുക നെല്ലിൻ്റെ കൊയ്ത്ത് നടക്കട്ടെ. ഇവിടെ പല വീടുകളിലും ഞാൻ കാണിച്ചു തരാം. നമ്മൾ ഇതുവഴി നമ്മൾ പാസ് ചെയ്ത് വന്നത്. ഇവിടെയൊക്കെ കണ്ട ഒരുപാട് വെള്ളം കെട്ടി കിടക്കുന്ന സ്ഥലങ്ങൾ.
ഇങ്ങനത്തെ സ്ഥലത്താണ് നമുക്ക് കാണ്ടാമൃഗത്തിനെ സ്പോട്ട് ചെയ്യാൻ കൂടുതൽ സാധ്യത. ഒരു ചർച്ച് നോക്കാണ്. ഈ ചർച്ചിന്റെ പ്രത്യേകത ചർച്ചിന്റെ ചുറ്റിലും തേയിലയാണ്. പക്ഷെ കുറച്ച് ഭാഗങ്ങൾ തേയിലുള്ളത് കഴിഞ്ഞാൽ പിന്നെ നെൽകൃഷിയാണ്. അക്ക ഗ്രാമപ്രദേശം, കാടിനുള്ളിലെ ഗ്രാമം എന്ന് പറയേണ്ടി വരും ഇതിന്. അപ്പൊ നമ്മൾ ഇനി കാണാൻ പോണത് നെല്ല് കൊയ്ത്തിട്ട് നെല്ല് ഉണക്കാട്ട സ്ഥലങ്ങളൊക്കെ കേട്ടോ. അവിടെ വരുമ്പോ നമ്മൾ കണ്ടതാണ്. അതിരാണ് ഇവിടുത്തെ മെയിൻ പ്രത്യേകത. ഇവിടെ പിന്നെ കമ്പിവേലിയാണ്, പക്ഷെ ഇവിടെയൊക്കെ മുള ചീകിയിട്ടുള്ള അതിരുകളാട്ടാ. മുള അതുപോലെ ചെടികൾ വെച്ചിട്ടുള്ള അതിരുകളാണ്. എന്ത് വൃത്തിയാണെന്ന് ഇതൊക്കെ കാണാൻ. ഷീറ്റ് കൊണ്ട് മേഞ്ഞ വീടുകളാണ് ഇവിടെ ഉള്ളവരുത്. ചിലവരുതൊക്കെ ഫുള്ള് കണ്ട പറമ്പിൻ്റെ അതിര് മുഴുവൻ ഇതുപോലുള്ള മുള കൊണ്ടുള്ള വേലികൾ. നമ്മളെന്തായാലും ഗ്രാമത്തിൽ നമ്മൾ ഹൈവേന്ന് ജസ്റ്റ് ഒരു ഉൾറോട്ടുള്ള റോഡ് കണ്ടപ്പോൾ വെറുതെ കയറി വയ്ക്കുകയാണ്. എന്തായാലും വ്യത്യസ്തമായ കാഴ്ച കാണാൻ പറ്റുമോ വെച്ചിട്ട്. അവിടെ കണ്ട നെല്ല് ഉണക്കാണ്. ഇവിടെ നല്ല സ്മെല്ല് കിട്ടുന്നുണ്ട് നമുക്ക്. കൊയ്തിട്ട് വൈക്കോൽ ഇവിടെ മാറ്റിയിട്ടുണ്ട്. നെല്ല് അതവിടെ ചേറിക്കൊണ്ടിരിക്കുന്നു. ഒരു മാവിൻ്റെ ചോട്ടിൽ ചെറിയൊരു ബെഞ്ച് ലൂടെ കളിച്ചുകൊണ്ടിരിക്കുമെന്ന് തോന്നുന്നുണ്ട്. ഇനി നമ്മളിതാ നമ്മളെ ഫ്രണ്ടിൽ ഹൈവേ ആണ്. നമ്മൾ ഹൈവേയിലേക്ക് കടക്കും. സഫാരി ഇന്ന് വൈകുന്നേരം സഫാരിക്ക് പോകാൻ പറ്റുമോ? നമ്മൾ ഇന്ന് വൈകുന്നേരം സഫാരിക്ക് പോകും. ഇല്ലെങ്കിൽ നമ്മൾ നാളെ. ഞാനിതെന്താ ഒരു ദിവസം എല്ലാവരും പറഞ്ഞത് രാവിലെ ഇറങ്ങണ മുതൽ രാത്രി വരെ ഒരു വീഡിയോ ആയിട്ട് ചെയ്യണം. പക്ഷെ നമുക്ക് ചില ദിവസങ്ങൾ കണ്ടന്റ് ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ വെറുതെ ഈ യാത്ര ചെയ്യണ വീഡിയോ ഇട്ടിട്ട് വെറുപ്പിക്കണ്ടാച്ചിട്ടാണ് ഞാൻ ചിലപ്പോൾ വീഡിയോ 2-3 ദിവസത്തെ വീഡിയോ ആണ് ഒരു ദിവസത്തെ വീഡിയോ ആയിട്ട് ഞാൻ അപ്ലോഡ് ചെയ്യണ കേട്ടോ. രണ്ടാമത്തെ ദിവസം നമ്മളിതാ റൂമിൽ നിന്ന് രാവിലെ പുറത്തിറങ്ങി. ഇവിടെയൊക്കെ എന്താ പറയുക ഫുള്ള് പറ്റിക്കലായിട്ട്. ആസാമിലൊക്കെ വരുമ്പോൾ ഭക്ഷണം ആയാലും റൂമായാലൊക്കെ നമ്മൾ ആദ്യം പൈസ ചോദിക്കണം. ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ തന്നെ കട്ടൻ ചായക്ക് ഉപ്പ് എടുത്ത് തരില്ല. അപ്പോൾ ഇന്നിപ്പോൾ ഞങ്ങളൊരു സ്ഥലത്ത് ഫുഡ് കഴിച്ചിട്ട് 440 ഉറുപ്പ്യ ഞങ്ങളുടെ അടുത്ത് ചോറിനായത്. ഭയങ്കര പറ്റിക്കലാണ്. അപ്പോൾ നമ്മൾ ഫുള്ള് ചോദിച്ചറിഞ്ഞ ആദ്യം തന്നെ. ഇപ്പോൾ ഞാൻ പോകുന്നത് ഹറ്റാമുറ എന്ന് പറഞ്ഞ ടെമ്പിൾ ഉണ്ട് ഇവിടെ. എന്താണ് ഗൂഗിൾ മാപ്പ് എന്താണ് ഹറ്റാമുറ എന്താ എഴുതിക്കണത്? ഹെച്ചിമുറ അങ്ങനെ ഒരു ടെമ്പിൾ ഉണ്ട്. അത് ബ്രഹ്മപുത്രൻ്റെ ഒരു സൈഡാണത്. അപ്പോൾ അവിടേക്കാണ് നമ്മൾ പോകുന്നത്. അവിടെയുള്ള ഒരാൾ ലോക്കൽ വരണമെന്നാണ് നമുക്ക് നല്ല അടിപൊളി കാഴ്ചകൾ കാണാൻ പറ്റുമെന്ന് പറഞ്ഞിട്ട്. സഫാരിക്ക് നമ്മൾ ജീപ്പ് ബുക്ക് ചെയ്തപ്പോൾ 3500 പറഞ്ഞത്. പക്ഷേ അവർ ഉച്ചൻ്റെ ശേഷം പറ്റുമോ 1 മണിൻ്റെ ശേഷം വണ്ടി ആയിക്കൊള്ളൂ എന്ന് പറയും. ഇനിയിപ്പോൾ അത്രയും നേരം കൂടി ഇവിടെ നിന്ന് കഴിഞ്ഞാൽ മൊത്തത്തിൽ സമയം പോവാണ്. ഇവിടെ എന്താ പറയുക ഇവിടെയൊക്കെ വന്ന് ഫുഡൊക്കെ കഴിക്കുകയാണെങ്കിൽ മുന്നേ നമ്മൾ റേറ്റും കാര്യങ്ങൾ ചെയ്യണം. ഇവിടെ ഭയങ്കര പറ്റിപ്പാണ് എല്ലാ കാര്യത്തിനും. നമുക്ക് ഇവിടുന്ന് റേറ്റിലേക്കാണ് പോകേണ്ടത്. നമ്മൾ സഫാരിക്ക് 3500 രൂപയാണ് ഞങ്ങൾക്ക് രണ്ടാക്കി ജീപ്പിന് പറഞ്ഞത്. സഫാരിൻ്റെ ആൾ ഉച്ചൻ്റെ ശേഷം 1 മണിക്കേ പറ്റുള്ളൂ. ഒരു കോട്ട ഉണ്ടെന്ന് പറഞ്ഞു. നോക്കട്ടെ നമുക്ക് അത്ര സമയം ഇവിടെ നിന്നിട്ട് ഇനി സ്റ്റേ എടുത്ത് കഴിഞ്ഞാൽ ഇവിടെ റേറ്റ് താമസത്തിനൊക്കെ ഭയങ്കര റേറ്റാണ്. ടെൻ്റ് എടുക്കാനുള്ള ഓപ്ഷൻ ഇവിടെ ഇല്ല. ഇതാണ് സ്ഥലം. ടെമ്പിൾക്ക് കുറച്ച് നടക്കാണ്ട്. നമ്മളെ വണ്ടി ഇവിടെ പാർക്ക് ചെയ്ത് ഇതേ കാണാണ്ട് ബ്രഹ്മപുത്ര നദി. നമ്മളെ ജൂനിത് കണ്ടിട്ട് കടലാണോ ചോദിക്കുന്നത്. ബ്രഹ്മപുത്ര നദി എന്ന് പറഞ്ഞാൽ ആസാമിൽ എപ്പോഴും വെള്ളപ്പൊക്കം ഉണ്ടാക്കുന്ന ഒരു നദിയാണ് ബ്രഹ്മപുത്ര എന്ന് പറഞ്ഞത്. അവിടെ അങ്ങ് കാണാം. ഞാൻ സൂം ചെയ്ത് അങ്ങ് കറക്റ്റ് മനസ്സിലാവും. ഒരു വെള്ള സംഭവം കണ്ടില്ല ഇങ്ങനെ ലൈന് പോയിട്ട് അത് ഐസ് വീണെടുക്കുകയാണ് ഞാൻ കണ്ടു. പക്ഷേ അതിൻ്റെ ആ തണുപ്പ് ഇവിടെ ഫീൽ ചെയ്യണി കേട്ടോ. അവിടെ ഒരു ചൂട് തന്നെയാണ്. ചൂടല്ല നേരെ തണുപ്പുണ്ട്. പക്ഷേ വെയിലാണ്. നമുക്ക് എന്നാലും ഐസ് വീണ ഒരു തണുപ്പൊന്നും ഇവിടെ കിട്ടുന്നില്ല. അരുണാചലോ അല്ലെങ്കിൽ ഭൂട്ടാൻ രണ്ടാമത്തെ സ്ഥലത്താണ് ഈ ഐസ് വീണ് കിടക്കുന്നത്. ഇത്രയും ലോങ്ങിലേക്ക് ഈ ഐസ് വീണ് കാണണമെങ്കിൽ എത്രമാത്രം ഹൈറ്റിൽ ഐസ് വീണ് കിടക്കുന്നുണ്ടാവും അവിടെ. എന്താ രസം ബ്രഹ്മപുത്രൻ്റെ ഒരു ഭാഗമാണ് ഈ കാണുന്നത്. ഒരു വരമായിരിക്കും ഒരു ഹൈവേ മാതിരി കാണുന്നത്. അതിൻ്റെ അപ്പുറം കുറേ കാടുമായിരിക്കും പിടിച്ച സ്ഥലങ്ങൾ. അതിൻ്റെ അപ്പുറമാണ് കേട്ടോ ഈ ഐസ് വീണ് കിടക്കുന്ന മലകൾ നമ്മൾ കാണുന്നത്. ഇവിടെ മീൻ പിടിക്കാനാണ് ആളുകളായിട്ടത്. ഒരാൾ വല എറിയുന്നുണ്ട്, ഒരാൾ പാത്രത്തിൽ കിട്ടിയ മീനങ്ങനെ പിടിച്ച് വെക്കണ്. നല്ല രസമുള്ളൊരു സ്ഥലം. പക്ഷെ നമുക്ക് ടെൻ്റൊക്കെ ഇടണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു ഇവിടെ. പക്ഷെ ഇതൊക്കെ കാനിറങ്ങുന്ന സ്ഥലമാണ്. അതുകൊണ്ട് നമുക്ക് സേഫ് അല്ല ഒന്നും. കിട്ടില്ല കാഴ്ചട്ടാ. നമുക്ക് ഇനി അവിടേക്കും അങ്ങോട്ട് ഫ്രണ്ടിലേക്ക് പോയേക്കാണ്ട് റോഡ്. അതുപോലെ നമുക്ക് ഇവിടെ പോയ ടെമ്പിളൊക്കെ ഉണ്ട് തന്നെ. അപ്പോൾ അവിടേക്കൊന്ന് പോകണം.
ഇവിടെ ഒരുപാട് ടൂറിസ്റ്റുകളൊക്കെ വരുന്നൊരു സ്ഥലമാട്ടോ. എനിക്ക് തോന്നുന്നു അമ്പലത്തിലേക്ക് പോകാനുള്ള വിശ്വാസികളായിരിക്കാനാണ് സാധ്യത. ഈ കാണുന്ന സൈക്കിളല്ല ഇവിടുത്തെ കാഴ്ച കാണാൻ വന്നവരുതാട്ടോ. ചെറിയൊരു എന്താ പറയുക ഡ്രെയിനേജ് ഉണ്ട് ഇവിടെ, അത് മുറിച്ച് കിടന്നു. അത്യാവശ്യം ആഴുണ്ട്. കുരങ്ങന്മാർ ധാരാളം ഉണ്ട് ഇവിടെ. കുരങ്ങന്മാർ നാഷണൽ പാർക്ക് ആകുമ്പോൾ കുരങ്ങന്മാർ ഇത് പറയേണ്ട ആവശ്യമില്ല. നല്ല രസമുള്ളൊരു സ്ഥലം. പക്ഷെ നമുക്ക് ഇവിടെ വന്യമൃഗം ഇറങ്ങുന്ന സ്ഥലമാണ്. ടെൻ്റ് ഇടാൻ പറ്റില്ല. ടെൻ്റ് ഇടാൻ പറ്റുന്ന നല്ല വൈബ. വെള്ളം എല്ലാം ഉണ്ട് ഇവിടെ. ഇവിടെ കണ്ട ഒരുപാട് ആളുകൾ വന്ന് ഇങ്ങനെ ക്യാമ്പ് ചെയ്തിരിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ. ടെമ്പിൾ ഉണ്ട് കാരണം ഇവിടെ. ഇനി ടെമ്പിളിനാണ്ട് പോകാൻ പറ്റുമോ നോക്കട്ടെ. നമ്മളിവിടുന്ന് തിരിച്ചു പോകണം. എന്താ സംഭവം? അവിടെ നിറച്ച് കുരങ്ങന്മാരാണ്. വണ്ടി നിർത്തിയിട്ട് പോയി കഴിഞ്ഞാൽ ഓരോന്നായിട്ട് ഒരു മാന്തി പൊളിക്കും. തിരിച്ചിട്ട് ഹൈവേയിലേക്ക് തന്നെ ഇറങ്ങട്ടെ. അതിന് മുന്നുള്ള ചെറിയൊരു മാർക്കറ്റാണിത്. ഞാൻ എന്തുകൊണ്ടാണ് ഈ 2-3 ദിവസം വെച്ച് ഷൂട്ട് ചെയ്യുന്ന വീഡിയോ ഒരു വീഡിയോ ആക്കിയിട്ട് അപ്ലോഡ് ചെയ്യുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ, എനിക്ക് വേണമെങ്കിൽ വീഡിയോ അങ്ങനെ വെറുതെ എടുത്ത് വിടാം. പക്ഷേ അത് കാണാൻ ആർക്കും താല്പര്യം ഉണ്ടാവില്ല. കണ്ട അതേ കാഴ്ച റോഡ് സൈഡും ഈ കച്ചവട സ്ഥാപനം ഇതൊക്കെ തന്നെ ഉണ്ടാവുള്ളൂ. കാരണം ഹൈവേയിൽ ഇങ്ങനെ യാത്ര ചെയ്യണ സമയത്ത്. അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ ഇത് 2ാമത്തെ ദിവസം വെച്ചിട്ട് ഈ വീഡിയോ ഷൂട്ട് ചെയ്യണത്. നമ്മൾ ഇത്രയും സമയം കാശിരംഗ നാഷണൽ പാർക്കിൻ്റെ അകത്ത് തന്നെയായിരുന്നു. ഇപ്പോൾ പ്രത്യേക ഒരു ബോർഡ് കാശിരംഗ നാഷണൽ വന്യബർ കോറിഡോർ ഡ്രൈവ് സ്ലോയിൽ എന്നൊക്കെ പറഞ്ഞാണല്ലോ. റോഡ് വന്യമൃഗങ്ങൾ ഉണ്ടാവാൻ സാധ്യത കൂടുതലാണ്. ഇനി നമുക്ക് ഇനി സൂക്ഷിച്ച് പോകണം. നമ്മളവിടെ സഫാരിക്ക് വേറൊരാളെ കണ്ടപ്പോൾ ചോദിച്ചു, മൂപ്പര് 2900 ചെയ്തു തരാമെന്ന് പറഞ്ഞിരിക്കണേ. മൂപ്പര് ഇവിടെ ഒരു ഫോറസ്റ്റ് റേഞ്ച് ഓഫീസ് ഉണ്ട്, അവിടെ നിങ്ങൾ നിർത്തണം എന്നൊക്കെ പറഞ്ഞു. പക്ഷേ റേഞ്ച് ഓഫീസ് നമ്മൾ ഇതുവരെ കണ്ടില്ല. അത് തപ്പി എടുക്കുകയാണ് ഇപ്പോൾ. അപ്പോൾ ഇതാ ഒടുവിൽ നമുക്ക് 2830 റുപ്യക്ക് സഫാരി ഇട്ടപ്പോൾ നമ്മൾ സഫാരി എടുത്തിട്ടുണ്ട്. അതാണ് നമുക്ക് പോകാനുള്ള വണ്ടി ഈ കാണുന്നത്. ഞങ്ങൾ 2 പേരെന്നെ ഉള്ളൂ എന്ന് വിചാരിക്കുന്നുണ്ട് ഇതിൽ. നമ്മുടെ സഫാരി ഇതാ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നമ്മളിപ്പോൾ മെയിൻ ഇനി നമുക്ക് കാടിനുള്ളിലേക്ക് കയറണം. ഒരു ഫോറസ്റ്റ് വാച്ചർ നമ്മൾ തോക്കൊക്കെ നമ്മളെ കൂടെ ഉണ്ട് കേട്ടോ സേഫ്റ്റിക്ക്. നമ്മളെങ്ങനെ ഇതാ മെയിൻ റോട്ടിൽ നിന്ന് കാടിനുള്ളിലേക്ക് കടന്നിട്ടുണ്ട്. ഇപ്പോൾ മാൻകൂട്ടം നമ്മൾ വരുമ്പോൾ കണ്ടിരുന്നു മാൻകൂട്ടം. അങ്ങനെ നമ്മുടെ സഫാരിയുടെ ആരംഭിച്ചിട്ട് നമ്മൾ കാട്ടിനുള്ളിലേക്ക് കയറിയിട്ടുണ്ട്. നമ്മളെ കൂടെ ഗൈഡായിട്ട് ഒരാൾ തോക്കൊക്കെ ഉണ്ട്, പിന്നെ ഡ്രൈവർ ഉണ്ട്, ജൂനിവിടെ ഉണ്ട്. ഞങ്ങൾ 4 ആളാണ് ഇപ്പോൾ ഒന്ന് പോണത്. നമുക്ക് ലക്ക്. എനിക്ക് പല ഫോറസ്റ്റൂടെ ഞാൻ യാത്ര ചെയ്യുന്നത്. പക്ഷേ സഫാരി ഞാൻ ആദ്യമായിട്ട് എടുക്കണേ. പക്ഷേ എനിക്ക് ഭാഗ്യമില്ലാത്തൊരു മനുഷ്യനാണ് ഞാൻ. അതുവരെ ഇവിടുന്ന് ഞാൻ അങ്ങനത്തെ മൃഗാനെ നേരിട്ട് സ്പോട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഈ സഫാരി നമുക്ക് മുതലാവും തന്നെ പ്രതീക്ഷിക്കാം. കാട്ടിനുള്ളിലേക്ക് കയറിയപ്പോൾ തന്നെ മാൻകൂട്ടുണ്ട് കേട്ടോ. അവിടെ പോയിൻ്റെ സൈഡിൽ നിന്ന് പുല്ല് കഴിക്കേണ്ടവർ. ഇവരെ കയ്യിൽ തോക്കുണ്ട്, അതുകൊണ്ട് ധൈര്യത്തിൽ ഇരിക്കുക വണ്ടിയിൽ. എനിക്ക് തോന്നുന്ന ആദ്യത്തെ വണ്ടി നമ്മളാന്ന് തോന്നിട്ടില്ല ജുനോ. വേറെ വണ്ടി കയറുന്ന കണ്ടിട്ടില്ല ഞങ്ങൾ കുറേ നേരം അവിടെ ഇരിക്കണം. ഏകദേശം 1 മണിക്കൂറോളം വെയിറ്റ് ചെയ്തിട്ടാണ് ഇപ്പോൾ ഇതിൽ നമ്മൾ കയറി യാത്ര തുടങ്ങുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് മൃഗങ്ങളെ സ്പോട്ട് ചെയ്യാൻ പറ്റും തന്നെ പ്രതീക്ഷിക്കാം. ഇഷ്ടം പോലെ മാനുകളുണ്ട് കേട്ടോ. മാനുകൾ പിന്നെ ഏത് കാട്ടിൽ പോലെ നമുക്ക് കാണാൻ പറ്റും. അവിടെ പോയതിൻ്റെ സൈഡിൽ അതാ മാനുകൾ പുല്ല് വേഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ഇവിടെയൊക്കെ മ്ലാവുകൾ മേഞ്ഞെടുക്കുന്നുണ്ട്. മ്ലാവുകൾ ഇഷ്ടം പോലെ കാണുന്നുണ്ട്. മ്ലാവും മാനും നമ്മൾ 2 സൈഡിലും. പിന്നെ അതിൻ്റെ ആ സൈഡിലൊക്കെ ഈ മ്ലാവും മാനും തന്നെയാണ്. फेमस है बाहर में बहुत कीमती चीज है ये गोकेकेकू यस इसका नाम है ഗോക്കേക്കു. അതന്നെ പറഞ്ഞിരുന്നു ഗോക്കേക്കു എന്താ സാധനം നമുക്ക് മനസ്സിലായിട്ട്. ഒരു സാധനം ഉണ്ട് അതിൻ്റെ ഉള്ളിൽ ഇരിക്കണേ. അങ്ങനെ പേടിച്ച് നമ്മൾ നോക്കട്ടെ. നമ്മളവിടെ കാട്ടുപന്നിനെ കണ്ടിട്ടുണ്ട്. ഉടുമ്പ് ആമ മുതലാണ് അതായിരിക്കണേ. മുതല ജിഗണ്ട്. അതാ മുതല 1 മിനിറ്റ്. മുതലുണ്ടാക്കി എടുക്കുന്നത് അതിന് മുകളിൽ. അതിൻ്റെ അപ്പുറത്തൊരു ഫ്രെയിം നോക്കുകയാണ് ഞാൻ കാണിച്ചു തരാം. മാനും പന്നി ഒരേ ഫ്രെയിമിൽ. മാന് പന്നി ഒരേ ഫ്രെയിം.
ഞാൻ നേരത്തെ മുതലാന്ന് പറഞ്ഞു, അത് മുതലല്ല കേട്ടോ, ഉടുമ്പാണ് സംഭവം. ഞാൻ ഇപ്പോൾ ഒന്ന് ക്യാമറ ലെൻസൊക്കെ തുറച്ച് സൂം ചെയ്തപ്പോഴാണ് കറക്റ്റ് കിട്ടുന്നത്. ഉടുമ്പാണ്. നമ്മളെ ബാക്കിൽ അത് മാൻകൂട്ട് ഓടി കളിക്കണം. പൂമ്പാറ്റകളൊക്കെയാണ്. ഏതെല്ലാം തരം പൂമ്പാറ്റകളാണ്. കാട് അത് വേറെ ലെവലിന് കേട്ടോ. ഉൾക്കാടൊക്കെ കയറി വന്നാലേ ആ ചതുപ്പിലൊക്കെ അതാ നമ്മളാവുകൾ മേഞ്ഞടക്കുന്നു. മീൻ എന്താണ് എന്തോ ഒരു സാധനം വെള്ളത്തിൽ തെടുന്നാണ് തുള്ളി കളിക്കുന്നുണ്ട്. എന്താണ് ഊട്ട്ബിലായി അവരെ പേര് പറഞ്ഞിട്ടാ. നീർനായാണോന്ന് സംശയമുണ്ട്. അവിടെ അവർ ഹണ്ടിങ് നടക്കുന്നുണ്ട് കേട്ടോ. ടൈഗർ അത് അവർ കണ്ടിക്കണ് ഹണ്ടിങ്. അവിടെ ഹണ്ടിങ് നടക്കുന്നുണ്ട്. കാരണം കടുത് ഇതിൻ്റെ സൗണ്ട് എല്ലാം കേൾക്കുന്നുണ്ട്. എന്തോ മൃഗത്തിൻ്റെ വേട്ടയാടീൻ്റെ അത് ആ വണ്ടി ഫസ്റ്റ് സ്റ്റാൻഡ് ഇറക്കി. നമുക്ക് ഭാഗ്യമുണ്ടെങ്കിൽ അത് കിട്ടും. അതവരാ പോണങ്ങണ്ട്. അവിടെയാണ് സംഭവം നടക്കണ കേട്ടോ ഹണ്ടിങ്. അത് കൊച്ചത്തിൽ സംസാരിക്കാൻ പറ്റൂല, ഗാർഡൻ്റെ ഉള്ളിലാണ്. അതുകൊണ്ടാണ് സൗണ്ട് വർക്കുന്നത്. അവിടെ ടൈഗർ ഉണ്ട്. ഒന്നിന് പിടിച്ചാലേ അവിടെ പിടിച്ചിരിക്കണ സംഭവത്തിന്. അതാ പിടിച്ചിരിക്കണേ. പക്ഷെ ടൈഗർ നമ്മൾ കാണുന്നില്ല. നമുക്കിവിടെ കാണാൻ പറ്റില്ല, കാരണം കുറേ ഉള്ളിലായിരുന്നു. ഞാൻ സൂം ചെയ്തെടുത്തതാണ്. പക്ഷെ ഇവിടെ നമുക്ക് സംസാരിക്കാനും പറ്റൂല. നമ്മൾ ശബ്ദം കേട്ട അനിമൽസ് പോകും. അതാ നമ്മൾ അങ്ങനെ ആകാംക്ഷയോടെ കാത്തിരുന്ന ഒറ്റക്കൊമ്പൻ കാണ്ടാമൃഗട്ട 2 ഉണ്ട് വെള്ളത്തിൽ. വരുന്ന വണ്ടി നിർത്തി തരികയാണെങ്കിൽ ഞാൻ നല്ലപോലെ ഫോട്ടോ എടുക്കാം. പന്നി, റൈനോസ്, അതുപോലെ ധീർ 3 ഒരുമിച്ചിടാം. ഞാൻ കാണിച്ചു തരാം. ബൈ एक फोटो. ഇത് മിക്കവാറും ഞാൻ സൗണ്ട് വോയിസ് ഓവർ കൊടുക്കേണ്ടി വരും. കാരണം നമ്മൾ സംസാരിക്കുമ്പോൾ മൃഗങ്ങൾ മാറിപ്പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് എനിക്ക് സംസാരിക്കാൻ പറ്റാത്തത്. കാരണം പെട്ടെന്നാണ് നമ്മൾ ഓരോന്നും സ്പോട്ട് ചെയ്യുന്നത്. ആ സമയത്ത് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റൂല. ഞാൻ കണ്ട് ഇത് നമ്മളെ സാധാ കുരങ്ങ് മാതിരിയല്ല കേട്ടോ. അവിടെ കാണിച്ചാൽ വേറെ ഇത് വാല് ഭയങ്കര നീളമുള്ള ടൈപ്പ് കുരങ്ങ്. സൂര്യപ്രകാശത്തിൻ്റെ ഭയങ്കര വിഷയമുണ്ട്. വീണ്ടും നമ്മൾ കാണ്ടാമൃഗത്തിനെ കണ്ടിട്ടുണ്ട്. പിന്നെ അതുപോലെ ഇവിടെ കാട്ടുപോത്തിൻ്റെ കൂട്ടട്ടാ ഞാൻ കാണിച്ചു തരാം. കാട്ടുപോത്തിൻ്റെ കൂട്ടം കണ്ട നമ്മളെ നാട്ടിലെ പോത്ത് പോലെ ഉണ്ട്. കളറ് കുറച്ച് കുറവാണ്. ഈ ഭാഗത്ത് നമ്മളിതാ നേരത്തെ കണ്ട വാല് നീളമുള്ള കുരങ്ങിട്ടാ.
പാലുണ്ടാക്കിക്കണത് മുള കൊണ്ടാട്ടാ. ഇവിടെ വേറെ പാലുണ്ടായിന്ന് വലിച്ചു പോയതാണത്. കാശിയിലങ്ങനെ ഉള്ളുന്ന ഹിമാലയത്തിൽ ഐസ് വീണ കാഴ്ചകൾ നമ്മൾ കാണുന്നുണ്ട് കേട്ടോ. ആ കാണുന്ന മേഘം പോലെ കാണുന്നത് ഐസ് വീണെടുക്കുന്ന കാഴ്ചകളാണ്. सबसे बड़ा भी वही है वो भी जंगल फॉल है ये कैप्लेंगो. ഈ മരത്തുമുള്ള ഈ അടയാളൊക്കെ ടൈഗറിനകം വെച്ച് മാന്ത്രാന്നിട്ട് അതാകണം കൊമ്പ് പൊട്ടിച്ചിട്ട്. അങ്ങനെ കാട്ടുപോയി ഉണ്ടായിരുന്നു ഇവിടെ ഒക്കെ പറയും. വന്നപ്പോൾ എല്ലാം കൂടി ഒരുമിച്ച്, ഇല്ലെങ്കിൽ ഒന്നുമില്ല. ഇവിടെ ഒരു ഡീറ് പോണ്. നമ്മൾ സഫാരിക്ക് പോയി തിരിച്ചെത്തിയിട്ടാ. എത്തിയൊക്കെ ജുനിൻ്റെ അടുത്ത് 2 നായ്ക്കൾ കൂടിയിരിക്കണേ. നമുക്ക് എന്തായാലും കാട്ടിൽ നിന്ന് കിട്ടിയ മാതിരിയാണ്, നമ്മളാ പട്ടിണി. സഫാരിയൊക്കെ കഴിഞ്ഞ് തന്ന് ഇനി ഇവിടുന്ന് ആസാം വരെ നല്ല നമ്മൾ പറ്റിക്കപ്പെടും കേട്ടോ. എന്ത് സംഭവം ചോദിക്കാൻ ആദ്യമൊക്കെ എല്ലാത്തിനും പൈസ കാര്യങ്ങൾ, ഫുഡ് കഴിക്കാൻ വരെ പൈസ കാര്യങ്ങൾ ചോദിച്ചിട്ട് മാത്രം ആസാമിൽ നിന്ന് ഫുഡ് കഴിക്കാൻ പാടുള്ളൂ. ഇന്നല്ല എന്ത് സംഭവമായാലും നമുക്ക് അവിടെ പോയിട്ട് സ്റ്റേ നോക്കണം, എന്നിട്ട് ടെൻ്റ് അടിക്കണം. എന്തായാലും അതിന് പറ്റിയൊരു സ്ഥലം നോക്കണം, കാടിൽ നിന്ന് പുറത്തിറങ്ങേണ്ട. സഫാരിയൊക്കെ കഴിഞ്ഞ് നമ്മൾ ഇവിടെ സ്റ്റേ എടുത്തിട്ട് നമുക്കൊരു ഹോം സ്റ്റേ കിട്ടി 800 രൂപക്ക്. ഇന്നും കൂടി സ്റ്റേ എടുക്കുള്ളൂ, ഇങ്ങനെ 2 അടിച്ചണം. കാരണം ഈ സമയമായതുകൊണ്ടാണ് ബുദ്ധിമുട്ടായത്. അപ്പോൾ നമ്മൾ ഭക്ഷണം കുക്ക് ചെയ്യാൻ വേണ്ടി ചിക്കൻ പൊരിക്കാൻ ചിക്കൻ മേയ്ക്കണ്, പിന്നെ ഒരു സബ്ജി ഉണ്ടാക്കുക, ചപ്പാത്തി നമ്മൾ പാർസൽ എങ്ങനെ ചോറാക്കേണ്ട വെച്ചിട്ട് രാത്രി. അതാണ് ഇത്. നല്ല മനുഷ്യന്മാരിട്ട് ഈ ഭാഗത്തുള്ളവരൊക്കെ, ഈ ഭാഗത്തുള്ള ആളുകൾ നല്ല നിഷ്കളങ്കരായ ആളുകളാണ്. ഇതാണ് നമ്മളെ ഹോട്ടലും കാര്യങ്ങളൊക്കെ. ഹോട്ടലല്ല, നമ്മൾ ചപ്പാത്തി പാർസൽ തന്നെ ഹോട്ടലാണിത്. ഇനി നമ്മൾ സ്റ്റേ എടുത്തത് കുറച്ച് അപ്പുറത്താണ്, അവിടേക്ക് പോകണം. ഞാൻ എണ്ണ അടിക്കാനൊക്കെ കൂടിയിട്ട് വന്നതാണ്. നമ്മൾ കുക്ക് ചെയ്യണം. കുക്ക് ചെയ്തിട്ട് ചിക്കൻ പൊരിക്കുക, ചപ്പാത്തി, പച്ചക്കറിൻ്റെ ഇത് കറി. ഇപ്പോൾ ഇവിടെയായിട്ട് നമുക്കിന്ന് സ്റ്റേ കിട്ടിയിട്ടുള്ളത്
ഒരു കശിരംഗ ഹോം സ്റ്റേ എന്ന് പറഞ്ഞു കണ്ടാണ്. ഞാൻ വേണമെങ്കിൽ നമ്പർ ഇതിൽ വെക്കാം. ഇവിടെ ഭാഗത്ത് വരികയാണ് ആരെങ്കിലുമൊക്കെ ഇവിടെ സ്റ്റേ ചെയ്തിട്ടുണ്ട്. ഇവിടെ പാകത്തെ റേറ്റിന് സാധനം കിട്ടും. ഇനി നമ്മൾ ഭക്ഷണം ഉണ്ടാക്കാൻ പോവാണ്. അപ്പോൾ നമ്മൾ വൈതളങ്ങ ഫ്രൈ ആക്കാം കേട്ടോ. അതിക്ക് സാധനം വരാണ്ട് വൈതളങ്ങ ഫ്രൈ. പിന്നെ നമ്മളതാ ചിക്കൻ അവിടെ മസാല തേച്ച് വെച്ചിക്കണ്. ചപ്പാത്തി നമ്മൾ പാർസൽ അയക്കുന്നുണ്ട്. ഇത് നമ്മൾ താമസിക്കുന്ന ഹോട്ടലിൻ്റെ കിച്ചണാണ്, ലോഡ്ജിൻ്റെ. അപ്പോൾ അവിടെ നമുക്ക് ഭക്ഷണം ഉണ്ടാക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഇവിടെ ഉണ്ടാക്കാനുള്ള ഇതിലാണ്. ഞാനിത് എനിക്കറിയില്ല എങ്ങനെ ഉണ്ടാക്കുന്നത്, എന്താ പണി പാടിക്കുന്ന സംശയമുണ്ട്. എന്തായാലും ഒരു കറിമായിരിക്കും ആക്കി മാറ്റും, ഗ്രേവി മാതിരി ആക്കി മാറ്റും. അപ്പോൾ നമ്മുടെ സബ്ജി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. എന്താ സെറ്റ് ആയിക്കണേ. നമ്മളെ ചിക്കൻ ഇവിടെ പൊരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഫസ്റ്റ് റൗണ്ട് ചിക്കൻ ഇവിടെ പൊരിച്ച് വെച്ചിട്ടുണ്ട്. സെക്കൻഡ് റൗണ്ടാണ് ഈ പൊരിയണത്. പിന്നെ ചപ്പാത്തി ഉണ്ട്. ഇത് കഴിഞ്ഞാൽ അത് കഴിക്കാം. നമുക്കൊരു വിഷയം ഉണ്ടായി, നമ്മളെ ഫോൺ ചാർജ് ചെയ്യാൻ പറ്റില്ല. ഇവിടെ 3 പ്ലഗാണ് വേണ്ടി. എൻ്റെ 3 പ്ലഗ് ഞാൻ കഴിഞ്ഞ ദിവസം താമസിച്ച് അവിടെ മറന്നു വെച്ച് പോകുന്നു. ഇവിടെ ആണെങ്കിൽ ചാർജ് ചെയ്യാൻ ഒരു ഓപ്ഷനും ഇല്ല. ഇപ്പം അത് ഗോപ്രോ എടുത്തിട്ട് ഷൂട്ട് ചെയ്യണേ. ഇനി വീഡിയോ എടുത്തിട്ട് ചാർജ് എങ്ങനെ ആക്കുന്നൊരു ഐഡിയ കിട്ടുന്നില്ല. അപ്പം എന്തായാലും ഇത്രയൊക്കെയാണ് നമ്മളെ ഇന്നത്തെ വീഡിയോ. ഇത് കഴിഞ്ഞ ശേഷം കഴിക്കണമെന്ന് കാണിക്കണില്ല, വയ്യ വീഡിയോ എഡിറ്റ് ചെയ്യേണ്ടത്. ആലോചിക്കുമ്പോൾ തന്നെ വിരാന്തമുണ്ട്. അപ്പോൾ ഈ വീഡിയോ ഇത്രയൊക്കെ ഉള്ളത് നമ്മൾ 2 ദിവസം വെച്ചിട്ട് ഷൂട്ട് ചെയ്ത വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോ നമുക്ക് കണ്ടുമുട്ടാം. അതുവരേക്കും ബൈ ബൈ. ഇനി നമ്മൾ പോകുന്നത് അരുണാചലിലേക്കാട്ടോ. നമുക്ക് അരുണാചലിലേക്ക് ഏകദേശം 350 കിലോമീറ്ററിന്റെ ബോർഡർ കിടക്കാൻ. അപ്പോൾ നാളെ ഇല്ലെങ്കിൽ മറ്റന്നാൾ നമ്മൾ അരുണാചൽ എന്തായാലും എത്തും. അപ്പോൾ അതിന്റെ കാഴ്ചകളായിട്ട് നമുക്ക് അടുത്ത വീഡിയോ കാണാം. അതുവരേക്കും ബൈ ബൈ.